പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും അഭിവാദനങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അഭിഷേകമായി ശക്തിയായി മാറുവാൻ, ദൈവത്തിൻ്റെ അരൂപി പ്രവർത്തിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, പാവപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയണമേ. വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും വഴികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അകൃത്യത്തിൻ്റെയും തകർച്ചയുടെയും വഴികളെക്കുറിച്ച് തിരിച്ചറിവ് തരണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ നിന്ന് സത്യത്തിൻ്റെ പാതകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന്
കള്ളവും ചതിയും വഞ്ചനയും വിട്ടുമാറിപ്പോകാൻ തക്കവിധം പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. എല്ലാ വഞ്ചനയെയും എല്ലാ കള്ളത്തെയും എല്ലാ തിന്മയെയും വ്യാജമായ സകലത്തെയും ദഹിപ്പിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവെ ഇപ്പോൾ ലോകത്തിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ തിരുവചനങ്ങൾ കേൾക്കുവാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ഈ ശുശ്രൂഷയിൽ ശ്രദ്ധാപൂർവം ഇരിക്കുവാൻ തടസ്സമായി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാരത്തിരിക്കുന്നവർക്ക് ദൈവവചനത്തിന് പ്രകാശം ലഭിക്കട്ടെ. കഠിന പാപത്തിൻ്റെ ബന്ധങ്ങളിരിക്കുന്നവർക്ക് പാപ വിടുതലിന് അനുഭവം ലഭിക്കട്ടെ. മാനസാന്തരത്തിന് അനുഭവം ലഭിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയുന്നതിൽ നിന്ന് അതരത്തെയും കള്ളം പറയുന്നതിൽ തന്നെ നാവിനെയും കാത്തു സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ചുറ്റിലും കട്ട പിടിക്കുന്നൊരു തിന്മയാണ് കള്ളം, മോഷണം, ചതി, വഞ്ചന. വഞ്ചനയിലൂടെ സമ്പത്ത് നേടുന്നതിൽ പലർക്കും ഇന്ന് മടിയില്ല. കള്ളം പറഞ്ഞ്, കള്ളസാക്ഷ്യം പറഞ്ഞ്, കള്ളസത്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പലർക്കും ഇന്ന് കൂസലില്ല. കട്ടെടുത്ത് അത് സ്വന്തമാക്കുന്നതിൽ ആർക്കും ഇന്ന് ഭയമില്ല. കള്ളന്മാരുടെ കള്ളത്തരത്തിൻ്റെ ചരിത്രം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാമ്പ്രദായികരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂരിപക്ഷത്തോട് ചേർന്ന് നിങ്ങൾ പാപം ചെയ്യരുത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. ഒരു സമൂഹത്തിൽ 10-ൽ 9 പേരും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരാണെങ്കിലും നീ ദൈവത്തിൻ്റെ പൈതൽ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കരുത്. കള്ളന്മാർക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഹല്ലേലൂയ. എന്താ കള്ളത്തരത്തിന് കൂട്ടുനിന്നാൽ? എന്താ കള്ളത്തരം കാണിച്ചാൽ? എന്താ കള്ളത്തരം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഒരാൾ കള്ളസത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു ദിവസം എനിക്ക് വളരെ പരിചയമുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കഥയുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, ഞങ്ങളുടെ കുടുംബം ഇവിടെ വലിയൊരു എസ്റ്റേറ്റിൽ ജോലിക്കാരായിരുന്നു. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ആ എസ്റ്റേറ്റിൽ അതിൻ്റെ യജമാനെ ആത്മാർത്ഥമായി സഹായിക്കുകയും ഉത്തമമായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ യജമാനൻ്റെ അപ്രീതിക്ക് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും പാത്രീഭൂതരായി. കള്ളക്കേസുകളുണ്ടായി. ഒരുപാട് തരത്തിലുള്ള നൂലാമാലകളിൽ ചെന്ന് അകപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും ആ എസ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കി. ആ കള്ളക്കേസിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ കോടതിയിൽ ചെന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കുമെതിരായി. അങ്ങനെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു. ലഭിക്കേണ്ടിയിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ട് ആ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പിടിയിലേക്ക് അമർന്നു. ഒത്തിരി കണ്ണുനീരുണ്ടായി. ആ അപ്പൻ വേദന സഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ദൈവം ആ കുടുംബത്തെ കൈവിട്ടില്ല. ദൈവം ആ കുടുംബത്തെ താങ്ങി നിർത്തി. ഒരപ്പനെ പോലെ ആ കുടുംബത്തിന് ദൈവത്തിൻ്റെ തണലുണ്ടായിരുന്നു. ദൈവം ആ കുടുംബത്തെ വളർത്തി വലുതാക്കി. എന്നാൽ ആ കള്ളസാക്ഷ്യം പറഞ്ഞ ആ യജമാന ഭവനത്തിന് എന്തുണ്ടായെന്ന് ഞാൻ അന്വേഷിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമുണ്ട്. ആ വലിയ യജമാന കുടുംബം തകർന്നു പോയി. ആ ഭവനത്തിൽ കല്ലുമേൽ കല്ല് ശേഷിക്കാത്ത വിധം എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അവർ താമസിച്ചിരുന്ന ആ വീട് പൊളിഞ്ഞ് നാശമായെന്ന് മാത്രമല്ല, അതിൻ്റെ തറ പോലും മാന്തി അത് സകലതും നശിപ്പിക്കുന്ന തക്കവിധം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അവർ ഒന്നുമില്ലാത്തവരെ പോലെ നിസ്സഹായരായ അലയുന്നൊരു സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് കാലാന്തരത്തിൽ മാറി മറിഞ്ഞ് കടന്നു വന്നു. ഇത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 21-ഉം 22-ഉം അധ്യായങ്ങളിൽ ആഹാബ് രാജാവിൻ്റെ ചരിത്രമുണ്ട്. ആഹാബ് രാജാവിന് തിന്മയായ ഒരു ദുർമോഹം. ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അധിപനായിരുന്നു ആഹാബ് രാജാവ്.
ഇസ്രായേലിന്റെ രാജാവായ ആഹാബ്, അവന് ദുർമോഹമുണ്ടായി. നാബോത്ത് എന്ന് പറയുന്ന പാവപ്പെട്ടൊരു മനുഷ്യന്റെ മുന്തിരിത്തോട്ടം വേണം, അവന്റെ അവകാശം പിടിച്ചെടുക്കണം. എന്നാൽ നേരായ മാർഗത്തിലൂടെ അത് നടക്കില്ല എന്നവന് മനസ്സിലായി. അവൻ നാബോത്തിനോട് ചോദിച്ചു, നാബോത്തെ, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരണം. നാബോത്ത് പറഞ്ഞു, രാജാവേ, ഇതെൻ്റെ പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് പൈതൃകമായി ലഭിച്ചതാണ്, ഇത് ഞാൻ തരികയില്ല. രാജാവിൻ്റെ മുഖം മ്ലാനമായി, അവൻ്റെ സന്തോഷം പോയി മറഞ്ഞു, അവൻ്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി. അവൻ കൊട്ടാരത്തിൽ ദുഃഖപൂരിതനായിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ പ്രിയപത്നി ജസബൽ രാജ്ഞി, ദുഷ്ടതയുടെയും ക്രൂരതയും പ്രതീകമായ ജസബൽ രാജ്ഞി ഈ ദുഃഖവിവരം അന്വേഷിച്ചു. കാര്യം ഗ്രഹിച്ചപ്പോൾ ജസബൽ രാജ്ഞി പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കി തരാം. അങ്ങനെ ജസബൽ രാജ്ഞി പ്രഭുക്കന്മാർക്കും ന്യായാധിപന്മാർക്കും പ്രമാണിമാർക്കും കത്തുകൾ അയച്ചു. അവരെ വിളിച്ച് പ്രത്യേകതര നിർദ്ദേശങ്ങൾ കൊടുത്തു. 2 കള്ളസാക്ഷികളെ വിളിക്കാനും നാബോത്തിനെതിരെ, നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറഞ്ഞ് ഞങ്ങൾ കേട്ടു എന്ന് പറയാൻ തക്ക വിധം കള്ളസാക്ഷ്യം പറയാൻ 2 പേരെ ജസബൽ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം പ്രഭുക്കന്മാർ ചുമതലപ്പെടുത്തി ഏർപ്പാടാക്കി. മനസാക്ഷി കത്തിക്കരിഞ്ഞ അവർ ന്യായാധിപ സമക്ഷത്തിൽ 2 പേരും പറഞ്ഞു, ഈ നാബോത്ത് ദൈവത്തിനെതിരെയും രാജാവിനെതിരെയും ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. കള്ളസാക്ഷ്യം അവർ പറഞ്ഞു. അവർ കള്ളസാക്ഷ്യം പറയാനുള്ള ഏക കാരണം ജസബൽ രാജ്ഞിയുടെ കുതന്ത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു. നാബോത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രക്തം ധാരധാരയായി ഒഴുകി. അത് ഈ ഭൂതലത്തിൽ നിബന്ധിച്ചു. അത് നായ്ക്കൾ നക്കി കുടിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകൻ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ദൈവത്തിൻ്റെ ദൂത് കൊട്ടാരത്തിൽ മുഴങ്ങി. പ്രവാചകൻ പറഞ്ഞു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് നിങ്ങളുടെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. കാലങ്ങൾ പിന്നിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഹാബ് രാജാവിന് ശത്രുക്കളുണ്ടായി. റാമോത്ത് ഗിലെയാദ് നിവാസികൾ ആഹാബിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആഹാബ് പരമാവധി ശക്തി സംഭരിച്ച് റാമോത്ത് ഗിലെയാദ് നിവാസികൾക്കെതിരെ ഒരു വലിയ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിൽ ശത്രുക്കൾ ആവേശത്തോടെ പൊരുതി. അവർ രാജാവിനെ വളഞ്ഞു. യാദൃച്ഛ്യ ഒരു ഭടനെഴുത അസ്ത്രം രാജാവിൻ്റെ പോർച്ചട്ട തുളച്ചു കയറി ശരീരത്തിൽ വാരിയലിൽക്കടയിലൂടെ തുളഞ്ഞു കയറി. അവൻ സായാഹ്നം വരെ രഥത്തിൽ ചാരി കിടന്നു. രക്തം വാർന്നൊഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അവൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തം ആ രഥം മുഴുവൻ തളം കെട്ടി. അവിടുന്ന് ആ രക്തം ഒഴുകി ഭൂതലത്തിൽ മണ്ണിൽ വീണ് മണ്ണിൽ തളം കെട്ടിക്കിടന്നു. പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്തതുപോലെ അവൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. അവൻ്റെ രഥം കുളത്തിൽ കൊണ്ടുപോയി കഴുകി. ആ കുളത്തിൽ, അവൻ്റെ രക്തം കലർന്ന ചമന്ന കുളത്തിൽ വേശ്യകൾ മുങ്ങിക്കുളിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 21 22 അധ്യായങ്ങളിൽ വർണ്ണപ്പകിട്ടാർന്ന കള്ളസാക്ഷ്യം പറഞ്ഞ് കുടുംബം തകർന്നു പോയ, തകർന്ന കുടുംബത്തിൻ്റെ, തകർന്ന രാജകുടുംബത്തിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കള്ളസത്യം പറയുന്നവൻ ശിക്ഷിക്കപ്പെടും, കള്ളസത്യം പറയുന്നവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ വന്ന് നിറയും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എന്ത് കണ്ടിട്ടാ ഈ തിന്മയല്ല നമ്മൾ ചെയ്തു കൂട്ടുന്നത്? നമ്മൾ മാത്രമല്ല, നമ്മുടെ വരും തലമുറകളും ഈ തിന്മയുടെ ഈ നെരിപ്പോട്ടിൽ കടന്ന് നീറി ചാമ്പലാകും എന്ന് മറക്കരുത്. കട്ടെടുത്ത് കൊള്ള ചെയ്ത് വഞ്ചന കാണിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞ് കള്ളസത്യം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നത് ഒരു വംശത്തിനും ഭൂഷണമായിരിക്കുകയില്ല. വചനം പഠിപ്പിക്കുന്നു, കള്ളസാക്ഷി പറയുന്നവൻ ശിക്ഷിക്കപ്പെടും, കള്ളസത്യം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ വന്ന് കുന്നുകൂടും. ഹല്ലേലൂയ. ഇതിൻ്റെ വ്യക്തമായ ഒരു പ്രബോധനം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സക്കറിയ പ്രവാചകന പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം ഒരു ചുരുൾ, ഒരു പറക്കുന്ന ചുരുൾ സക്കറിയ പ്രവാചകന് കാണിച്ചു കൊടുത്തു.
അതിനുശേഷം സക്കറിയ പ്രവാചകനോട് പറഞ്ഞു, നീ എന്തു കാണുന്നു? പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു പറക്കുന്ന ചുരുള് കാണുന്നു. ദൈവം പറഞ്ഞു, സകല ദേശത്തിനും വേണ്ടിയുള്ള വാർത്തയാണിത്. സകല കാലത്തും സകല ദേശത്തുമുള്ള സകല ദേശവാസികൾക്കുമുള്ള ദൂതാണിത്. ഞാനിത് ആരുടെ ഭവനത്തിലേക്കാണ് അയക്കുക എന്ന് നിനക്കറിയാമോ? കള്ളസത്യം ചെയ്യുന്നവൻ്റെയും കള്ളം പറയുന്നവൻ്റെയും ഭവനത്തിലേക്ക് ഞാൻ ഈ ചുരുളിനെ അയക്കും. അത് അവിടെ കടന്നു ചെല്ലും, അത് അവിടെ വസിക്കും. എത്ര കാലം വസിക്കും നിങ്ങൾക്കറിയോ? അത് അവിടെ കടന്ന് അവിടുത്തെ കല്ലും അവിടുത്തെ തടിയും അവിടുത്തെ മണ്ണും അവിടുത്തെ സമസ്ത വസ്തുക്കളും ദഹിച്ചു പോകുന്നത് വരെ അത് അവിടെ വസിക്കും. വചനത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നൽകുന്ന മുന്നറിയിപ്പാണിത്. എൻ്റെയും നിങ്ങളുടെയും വംശം, എൻ്റെയും നിങ്ങളുടെയും കുടുംബം, ഈ ഭൂതലത്തിലുള്ള ഒരു കുടുംബം പോലും നശിക്കരുത് എന്നാഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ കുടുംബങ്ങളെ മുന്തിരിച്ചെടി പോലെ നട്ടുവളർത്തുന്നവനായ ദൈവം, ഞാനും എൻ്റെ പിൻതലമുറകളും ദീർഘകാലം ഇവിടെ വസിച്ച് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് എന്നെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച എൻ്റെ ദൈവം എൻ്റെ കുടുംബം തകരാതിരിക്കാൻ നൽകുന്ന നിർദ്ദേശങ്ങളിൽ മുഖ്യമായ ഒരു നിർദ്ദേശം ഇതാണ്: നീ കള്ളസാക്ഷ്യം പറയരുത്, നീ കള്ളസത്യം ചെയ്യരുത്. നീ കള്ളസാക്ഷ്യം പറഞ്ഞാൽ, നീ കള്ളസത്യം ചെയ്താൽ നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടുമെന്ന് മാത്രമല്ല, കല്ലും തടിയും നിനക്കുള്ള സമസ്ത വസ്തുക്കളും നശിക്കുന്നത് വരെ ഈ അനർത്ഥം നിന്റെ കുടുംബത്തിൽ വസിക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇത് ഇറങ്ങിപ്പോവുകയില്ല. ഈ അനർത്ഥം നിന്റെ കുടുംബത്തിൻ്റെ സമസ്ത വസ്തുക്കളും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ കുടുംബം വിട്ടൊഴിഞ്ഞു പോവുകയുള്ളൂ. നിങ്ങളുടെ ദേശത്തൊരു നാശം ഇറങ്ങിയാൽ, നിങ്ങളുടെ ദേശത്തൊരു പ്രശ്നം ഉണ്ടായാൽ, നിങ്ങളുടെ ദേശത്തൊരു അനർത്ഥം ഉണ്ടായാൽ ആദ്യം കയറി വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും. കാരണം കള്ളസാക്ഷ്യം പറയുന്നവൻ്റെ, കള്ളസത്യം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് വിപത്തുകൾ ഒഴിയുകയില്ല. അതാദ്യം ആ ഭവനത്തിലേക്ക് കയറി വരും. ഒരു ദേശത്ത് തകർച്ചയുണ്ടായാൽ ആദ്യം കയറി വരുന്നത് കള്ളസാക്ഷ്യം പറയുന്നവൻ്റെയും കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്കായിരിക്കുമെന്ന് ദൈവവചനത്തെ ആസ്പദമാക്കി പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മോഷ്ടിക്കുന്നവനും കൊള്ള ചെയ്യുന്നവനും അങ്ങനെ തന്നെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കള്ളത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രത്തെ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കളിൽ ഒരാൾ പോലും മോഷ്ടിക്കുവാനോ കക്കുവാനോ വഞ്ചിക്കുവാനോ ഇടവരാതെ വിധം അവിടുന്ന് സത്യത്തിൻ്റെ പാതയിൽ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ കുടുംബങ്ങളാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പൂർവികർ വഴി ഏതെങ്കിലും കള്ളസാക്ഷി ഈ ഭൂമിയിലുണ്ടായാൽ, ഏതെങ്കിലും കള്ളസത്യ ഭൂമിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പൂർവികർ കള്ളസാക്ഷ്യവും കള്ളസത്യവും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബം ശാപഗ്രസ്തമായിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, ആ ശാപത്തിൻ്റെ കെട്ടുകളഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും പ്രാർത്ഥനാഭിഷേകത്തിൻ്റെയും നന്മ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. കുടുംബങ്ങളിൽ നിന്ന് നിരാശ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് വഞ്ചനയുടെ അരുവികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ ശക്തികൾ വിട്ടുമാറി പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് മോഷണത്തിൻ്റെയും കള്ളസത്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും അരുവികളെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യം മനുഷ്യനായി അവതരിച്ച ഈശോ, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ഈശോ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ അന്ധകാര കോട്ടകളെല്ലാം പൊട്ടിത്തകരട്ടെ.
കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കള്ളത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും വ്യാജത്തിൻ്റെയുമായ അടിത്തറകൾ എല്ലാം ഇപ്പോൾ പൊട്ടിത്തകരട്ടെ. ജീവിതങ്ങൾക്കൊരു വ്യത്യാസം, കള്ളമാർഗത്തിൽ ചരിക്കുന്നവർക്കൊരു വിടുതൽ അവിടെ നിന്ന് ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കള്ളത്തിൻ്റെ അരൂപി ബന്ധിച്ചിട്ടിരിക്കുന്നവരെ, പാപത്തിൻ്റെ അരൂപി അടിമകളാക്കിയിട്ടിരിക്കുന്നവരെ ഈ നിമിഷം അവിടുന്ന് വിടുവിക്കണമേ. സത്യമാർഗത്തിൽ നയിക്കുവാൻ, സത്യവഴികളിലൂടെ നടക്കുവാൻ, വിശുദ്ധിയോട് ദാഹമുണ്ടാകുവാൻ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഇപ്പോൾ അവിടുത്തെ ദിവ്യ സ്പർശനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓരോ മകനും ഓരോ മകളും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് യേശുക്രിസ്തുവിനെ നാമം വിളിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ശാപത്തിൻ്റെയും തിന്മയുടെയും വ്യാജത്തിൻ്റെയും വഞ്ചനയുടെയുമായ സകല ആധിപത്യങ്ങളും പൊട്ടിത്തകരാൻ കർത്താവ് ഇടപെടുന്ന സമയമാണിത്. ഹാലലുയ, 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 ഹാലലുയ. അനുതാപം ഇല്ലാത്ത ഹൃദയങ്ങളിലേക്ക് കർത്താവ് അനുതാപം നൽകുന്നു. രോഗത്തിൻ്റെ നിരാശയോട് പ്രാർത്ഥിക്കുന്ന പലർക്കും ഇപ്പോൾ സൗഖ്യങ്ങൾ കിട്ടുന്നു. മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായി കള്ളവും വഞ്ചനയും ജീവിത തൊഴിലാക്കിയ നിരവധി വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. അനുതാപവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവും നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഇപ്പോൾ പരിശുദ്ധാത്മാവെ അവിടുന്ന് ജീവിതങ്ങളെ മാറ്റിമറിക്കണമേ. ഒത്തിരി കാലങ്ങളായി മക്കൾ കള്ളവും വഞ്ചനയും ചെയ്ത് ജീവിക്കുന്നതിനോർത്ത് വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് മക്കളുടെ ദുർവൃത്തി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിന് കൃപ കൊടുക്കുന്നു. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ അവിടുന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വായെടുത്താൽ നുണ പറയുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സ്പർശിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുന്നു. എൻ്റെ പേര് മോളി, സ്ഥലം മാന്നാമംഗലം. എനിക്ക് 20 വർഷത്തിൽ കൂടുതലായി മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. 10 വർഷമായി ഞാൻ മരുന്ന് കഴിക്കണു. പക്ഷേ എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് തലകറങ്ങി വീഴും, ബോധമില്ലാത്തൊരവസ്ഥയെ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 6 മാസം മരുന്ന് കഴിക്കാൻ. പക്ഷേ മരുന്ന് കഴിക്കും തോറും എനിക്ക് തളർച്ചയൊക്കെ ആയിരുന്നു. ഞാൻ TV പ്രോഗ്രാം, സിഗോനിലെ TV പ്രോഗ്രാം എല്ലാ സൺഡേയിലും കാണാറുണ്ട്. പിന്നെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സിഗോനിലേക്ക് വിളിച്ച് പറയും. ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റെയിൽവേയിൽ പോകാൻ സമയത്ത് ഇവിടെ ധ്യാനം നടക്കപ്പോൾ എനിക്ക് തോന്നി സിഗോനിൻ്റെ ധ്യാനമെന്ന്. അങ്ങനെ ഇന്നലെ ഇവിടെ വന്നു. ഒത്തിരി വിഷമിച്ച് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വിളിച്ച് അനൗൺസ്മെൻറ്റ് പറഞ്ഞു രോഗികൾക്ക് തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഞാൻ അവിടെ ചെന്നൊരു ബ്രദറിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തലവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പം ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി മോൾക്ക് ഈ തലവേദന ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. പക്ഷേ എനിക്ക് ഇവിടെ കിടന്നു വന്ന സ്റ്റേജിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. വീഴോ എന്നുള്ളൊരു സംശയമായിരുന്നു. ഞാൻ എന്നാലും ആരാധിച്ച് പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് അവിടെ ബ്രദർ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു, 6 മക്കൾക്ക് മൈഗ്രെയിൻ്റെ തലവേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതിൽ ഒരാൾ ഞാനായിരുന്നു. 20 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കൺവെൻഷൻ ദിവസം കർത്താവ് അത് സുഖപ്പെടുത്തി. കരങ്ങളിടിച്ച് കർത്താവ് എന്ന് പറയാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.